പ്രിയപ്പെട്ട മക്കളെ, ദുർമരണം എന്ന് കേട്ടിട്ടില്ലേ? പെടുമരണമെന്ന് കേട്ടിട്ടില്ലേ? ഈ കാലഘട്ടത്തിൽ ദുർമരണമെന്നും പെടുമരണമെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ള ചിന്തയുണ്ട്. അതെന്താണ്? വെള്ളത്തിൽ വീണ് മരിക്കുന്നത്, ഇടിമിന്നലേറ്റ് മരിക്കുന്നത്, പേപ്പട്ടി കടിച്ച് മരിക്കുന്നത്, അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് മരിക്കുന്നത്, ഇങ്ങനെയൊക്കെ മരിക്കുന്നതിനെയാണ് ഈ ദുർമരണം എന്നൊക്കെ ചില വ്യക്തികൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഇതല്ല മക്കളെ ദുർമരണം എന്ന് പറയുന്നു, പെടുമരണം എന്നും പറയുന്നത്. മറിച്ച് ഏതെങ്കിലും വ്യക്തിയുടെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവുമായി ജീവിക്കുകയും ആ അവസ്ഥയിൽ തന്നെ മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ ഈ ദുർമരണം, പെടുമരണം എന്ന് പറയുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും വ്യക്തികളോട് വെറുപ്പും വിദ്വേഷവുമായിട്ടാണ് ഈ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ വ്യക്തമായിട്ട് വചനം പറഞ്ഞിരിക്കുക. ഏതാണ് വചനം പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-ാം തിരുവചനം പറയുന്നു, നീ ബലിയർപ്പിക്കാനായി പോകുമ്പോൾ നിനക്കാരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ച് നിന്റെ സഹോദരമായി രമ്യപ്പെട്ടതിന് ശേഷം നീ ബലിയർപ്പിക്കുക. അങ്ങനെയുള്ള ബലിയാണ് ദൈവം സ്വീകരിക്കുക. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. നമ്മൾ ഓർത്തോ പ്രിയപ്പെട്ടവരെ, പിശാച് നമുക്ക് വെച്ച് തരുന്ന കെണിയാണ് ബലിയർപ്പണത്തിന്റെ സമയത്ത് പോലും നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വെറുപ്പും വിദ്വേഷവുമായി ജീവിക്കുന്നു, വെറുപ്പും വിദ്വേഷവുമായി ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്നു. ഈ അവസ്ഥയിൽ ബലിയർപ്പിച്ചു കഴിഞ്ഞാൽ ആ ബലി സ്വീകാര്യമാവില്ല. നമ്മൾ കുമ്പസാരിക്കുന്നുണ്ട്, കുമ്പസാരത്തിൽ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുന്നു. എന്നാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞാലും ഈ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പിന്റെയും വിദ്വേഷയും വേരുകളുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞോ, നമ്മുടെ ബലിയുണ്ടല്ലോ തമ്പുരാൻ കർത്താവിന് സ്വീകാര്യമായ ബലിയല്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. ഈ അടുത്ത കാലത്ത് കാണാൻ ഇടവന്ന 1-2 സംഭവങ്ങൾ അച്ഛൻ പറയാം. പ്രിയപ്പെട്ട മക്കളെ, ഒരു വ്യക്തി എൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുക. കണ്ണൂരിൽ നിന്ന് ഈ മനുഷ്യൻ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഉള്ള വ്യക്തിയാ. ഈ റബ്ബർ വെട്ടുന്ന ഈ മനുഷ്യൻ പറയുക, എനിക്ക് 400 മരം ഉണ്ടാച്ചാ, പക്ഷേ ഈ മരങ്ങൾക്ക് വേണ്ടത്ര ഈ റബ്ബർ പാൽ എനിക്ക് കിട്ടുന്നില്ല. 400 മരം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു, അപ്പൊ എത്ര റബ്ബർ ഷീറ്റ് കിട്ടും? അദ്ദേഹം പറയും, സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 35 ഷീറ്റെങ്കിലും മിനിമം കിട്ടേണ്ട ആച്ചാ. പക്ഷേ ഈ മനുഷ്യൻ 400 മരം വെട്ടുന്നു. ഈ റബ്ബറിനൊന്നും പാലില്ലാത്ത അവസ്ഥ, 4 ഷീറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, ഏതെങ്കിലും കാര്യങ്ങളിൽ ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും ഉണ്ടോ? ഈ മനുഷ്യനുമായി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ മനുഷ്യൻ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ കൃഷിനാശത്തെ കുറിച്ച് സംസാരിക്കാനാ. എന്തുകൊണ്ട് ഞാൻ കൃഷി ചെയ്യുന്നു, എനിക്ക് അഭിവൃദ്ധിയില്ല. ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിപ്പിച്ചു, ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും ഉണ്ടോ? ആദ്യം പറഞ്ഞു, എനിക്ക് ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ല. ഞാൻ വീണ്ടും അദ്ദേഹത്തോട് കുറച്ചു നേരം പ്രാർത്ഥിച്ചതിന് ശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്മയുമായി സംസാരിച്ചിട്ട് 5 വർഷമായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അമ്മയുമായി സംസാരിച്ചിട്ട് 5 വർഷമായി. നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞു, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുമായി സംസാരിച്ചിട്ട് 5 വർഷമായി. പിന്നെ എങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അവിടെ വർഷിക്കപ്പെടും? വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഇതുപോലെ തന്നെ മറ്റൊരു വ്യക്തി വന്നിരിക്കുക. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മകളുടെ വിവാഹം നടക്കണം, വിവാഹം നടക്കുന്നില്ല അച്ഛാ. ഞാൻ ചോദിച്ചു, എന്താ തടസ്സം, എന്താ കാര്യം? അതിനുള്ള പൈസ ഇല്ല അച്ഛാ, സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ല ഞങ്ങൾ പോകുന്നത്, സ്ത്രീധനം കൊടുക്കാൻ പൈസയില്ല. ഇദ്ദേഹം പറയുക, എനിക്ക് പൈസയുടെ കുറവൊന്നുമില്ല. എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ 5-8 തേക്ക് മരങ്ങളുണ്ട്. അദ്ദേഹം പറയും, ഞാൻ പിടിച്ചാൽ പോലും വട്ടമെത്താത്ത തേക്ക് മരങ്ങൾ. ഈ മരങ്ങളൊന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ മകളെ വിവാഹമൊക്കെ നന്നായി നടത്താൻ പറ്റും. പക്ഷേ 6 വർഷത്തിലേറെയായി ഈ മനുഷ്യൻ തൻ്റെ തേക്ക് മരങ്ങൾ വിൽക്കാൻ നോക്കുന്നു. അദ്ദേഹത്തിന്റെ തേക്ക് മരങ്ങൾ വിൽക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഈ ചോദ്യം തന്നെ ചോദിച്ചു, ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും ഉണ്ടോ? ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ള കാര്യം പറഞ്ഞു.
അയൽക്കാരുമായി 5-8 വർഷമായി കോടതി കേസുമായി അതിർത്തി പ്രശ്നമായി പോകുന്ന വ്യക്തിയാണ്. 8 വർഷമായി ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം തേക്ക് വിൽക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായിട്ടുള്ളൂ. പക്ഷേ 8 വർഷമായി കോടതി കേസുമായി പോകുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, മകളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകാത്തതിന് കാരണം ഈ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വേരുകൾ കാരണമാ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം വന്നിരിക്കുന്നത് ഇങ്ങനെയാ. ഈ പെൺകൊച്ച് ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാ. എന്നാൽ ഇവൾക്ക് കുടുംബമുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്. എന്നാൽ പെട്ടെന്ന് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നു. ഈ മകൾ ഇതാ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ എന്തെന്നില്ലാത്ത ഒരു രോഗപീഠകളിലൂടെ കടന്നു പോകുന്നു. ഡോക്ടർമാരുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം, ഇത് ക്യാൻസർ ആണ് എന്നുള്ള കാര്യം. ഈ സമയത്ത് ഈ ട്യൂമർ സർജറി ചെയ്യാൻ വേണ്ടി അവൾ നാട്ടിലേക്ക് വന്നു. ഡോക്ടർമാരുടെ അടുക്കൽ ചെന്നു. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ സർജറി ഇല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? കേരളത്തിലെ ഡോക്ടർമാരും ഇവളോട് പറഞ്ഞു, മോളെ ഇത് സർജറി തന്നെയാ, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. ഈ സമയത്ത് ഈ മകളുണ്ടല്ലോ ഡോക്ടർമാരോട് ചോദിച്ചു, എനിക്ക് 2 ആഴ്ചയും കൂടി ഒന്ന് എക്സെപ്ഷൻ തരാവോ? 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഇതിന് സർജറിക്ക് തയ്യാറായിക്കോളാം. ഈ സമയത്ത് ഇവളോട് ചോദിച്ചു, എന്തിനാ നീട്ടിക്കൊണ്ട് പോകുന്നത് 2 ആഴ്ച? ആ സമയത്ത് ഈ മകള് പറയുക, എനിക്കൊരു ധ്യാനം കൂടണം, എനിക്കൊരു ധ്യാനം കൂടണം. ഈ ധ്യാനം കൂടിയതിന് ശേഷം മാത്രം മതി എൻ്റെ ശരീരത്തിൽ കത്തിവെക്കാൻ. ഈ മകൾ ധ്യാനം കൂടാൻ വേണ്ടി ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുക. അവൾ കൗൺസിലിംഗിന് ചെന്നപ്പോൾ ഈ കൗൺസിലർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൗൺസിലർ ലഭിച്ച വചനം ഏതാണെന്നറിയോ? നമ്മൾ ഇന്ന് വായിച്ചു കേട്ട തിരുവചന ഭാഗമാ. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 15-ാം തിരുവചനം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 15-ാം തിരുവചനം നമുക്കൊന്ന് ശ്രവിക്കാം. ഈ മകളുടെ ജീവിതത്തെ കീറി മുറിച്ച വചനമാ. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. കണ്ടോ മക്കളെ? ആ സ്ക്രീനിലേക്ക് നോക്കിയേ, അവിടെ വചനം കാണുക. ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവകൃപ എല്ലാ മക്കളിലേക്കും അവിടുന്ന് വർഷിച്ചുകൊണ്ടിരിക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും തിരിച്ചറിഞ്ഞു, ദൈവകൃപ ഓരോ മക്കളിലേക്കും ഒഴുകുന്നുണ്ട്. എന്താ ദൈവകൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ഈ കൃപയെ ഇങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്. 1997 ഖണ്ഡികയിൽ കാണാൻ സാധിക്കും. നമ്മൾ ഓരോ ധ്യാനത്തിലും പ്രാർത്ഥിക്കും, കൃപ വേണം, കൃപ വേണം, കൃപ വേണമെന്ന്. എന്നാൽ എന്താണ് കൃപ അല്ലെങ്കിൽ ഗ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധ കത്തോലിക്ക സഭ പഠിപ്പിച്ചു തരികയാണ്. ശ്രദ്ധിച്ച മക്കളെ, പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കുന്നതാണ് കൃപ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇന്ന് ഈ ധ്യാനത്തിന് വന്നതിന് ശേഷം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മക്കള് ചോദിക്കും, അമ്മേ എന്താ കിട്ടിയേ? അപ്പൊ എന്താ പറയണ്ടേ? കൃപ കിട്ടി. അപ്പം പറയണം, എന്താ കിട്ടിയേ? ഒന്നുറക്കെ പറഞ്ഞേ, കൃപ കിട്ടി. എല്ലാരും ചേർന്നത് പറഞ്ഞേ, കൃപ കിട്ടി. ജെറുസലേം ധ്യാന കേന്ദ്രം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ പോയിരിക്കുന്നുണ്ട്. എന്താ കിട്ടിയേ? കൃപ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ പട്ടിണിയും കടന്ന് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഈ ധ്യാനത്തിൽ വെള്ളിയാഴ്ച ദിവസം വന്നിരിക്കുക. നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ടോ? എന്താ നിങ്ങൾക്ക് കിട്ടിയേ? കൃപ കിട്ടി. ഉറക്കൊന്ന് പറഞ്ഞേ, കൃപ. ഇനി എന്താ കൃപ എന്ന് പഠിച്ചോ? പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ പറഞ്ഞേ, പിതാവായ ദൈവം, പിതാവായ ദൈവം, ഒരിക്കൽ കൂടി, പിതാവായ ദൈവം, പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ഈശോയുടെ സ്നേഹം, ഈശോയുടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കുന്നതാണ് കൃപ. പഠിച്ചോ? ഒരിക്കൽ കൂടി പറയാം. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ
ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എടുക്കുന്നതാണ് കൃപ. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ഈ പെൺകൊച്ച് ധ്യാനത്തിന് വന്നിരിക്കുക. 10-40 വയസ്സുണ്ട്. ഇവിടെ വന്നിരിക്കുമ്പോ ഇവിടെ ധ്യാനത്തെ പങ്കെടുത്തു. കൗൺസിലിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇവൾക്ക് കിട്ടിയിരിക്കുന്ന വചനമാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 15-ാം തിരുവചനം. ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവിൻ. വീണ്ടും പറയുക, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിരിക്കുന്നു. ഈ മകൾ ഈ വചനം, വിദ്വേഷം മൂലം പലരും അശുദ്ധരായിരിക്കുന്നു. ഈ കൗൺസിലർ അവളോട് ചോദിച്ചു, മോളെ, നിനക്കാരോടെങ്കിലും വെറുപ്പും വിദ്വേഷം ഉണ്ടോ? നിനക്കാരോടെങ്കിലും വെറുപ്പും വിദ്വേഷം ഉണ്ടോ? വിദ്വേഷത്തിന്റെ വേര് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൃപയൊഴുകില്ല. ദൈവകൃപ എല്ലാവരിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മിലേക്ക് ഒഴുകുന്ന ദൈവകൃപയെ ബ്ലോക്ക് ആക്കുന്നതാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വേരുകൾ. നമ്മൾ ഓർക്കണം, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയുടെ നീരൊഴുക്കിനെ കാർമേഘം തടഞ്ഞു നിർത്തുന്നത് പോലെ, വെള്ളത്തിന്റെ നീരൊഴുക്കിനെ അണക്കെട്ട് തടഞ്ഞു നിർത്തുന്നത് പോലെ, ഓരോ വ്യക്തിയിലേക്കും ദൈവത്തിന്റെ അഭിഷേകം കൃപയും ഒഴുകുന്നതിനെ തടഞ്ഞു നിർത്തുന്നതാണ് ഈ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പേരുകൾ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, ഈ പെൺകൊച്ച് ധ്യാനത്തിൽ പങ്കെടുത്തു. കൗൺസിലർ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു, മോളെ, നീ ക്ഷമിക്കാനുള്ള വ്യക്തിയോട് ക്ഷമിച്ചിട്ടാണ് നീ ഈ സർജറിക്ക് പോകേണ്ടത്. അവൾക്ക് ക്ഷമിക്കാനുള്ള വ്യക്തിയുടെ മുഖമൊക്കെ വ്യക്തമായി അവൾക്ക് മനസ്സിലായി കിട്ടി. ഇവള് ധ്യാനം കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് അഭിഷേകം നിറഞ്ഞ് അവള് പോയത് 20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വേദനിപ്പിച്ച മറ്റൊരു സ്ത്രീയുടെ അടുക്കിലേക്ക്. ഇവള് പള്ളിയിൽ കൊയലുണ്ടായിരുന്ന പെൺകുട്ടിയാ. ഒരു ദിവസം പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അവൾ കേൾക്കാനിടയായി അവളെ കൂട്ടുകാരിയായ വ്യക്തി അവളുടെ പേരിൽ അപവാദം പറഞ്ഞു വരത്തിയിരിക്കുന്നു. ഇവൾക്ക് വലിയ സങ്കടമായി. ഞാൻ ഒന്നും ചെയ്യാതെ എൻ്റെ 20ാമത്തെ വയസ്സിൽ എൻ്റെ പേരിൽ ഒരു അപവാദം കേൾക്കേണ്ട വന്ന അവസ്ഥ. ഈ പെൺകൊച്ചിന് പിന്നീട് കൊയലിൽ കയറാതെയായി. പിന്നീട് പള്ളിയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കുറച്ചു. മാത്രമല്ല, ഇവളെന്താ ചെയ്തെന്നറിയോ? തൻ്റെ പേരിൽ അപവാദം പറഞ്ഞു വരത്തിയ ആ പെൺകുട്ടിയുടെ പേരിൽ അതിനേക്കാൾ വലിയ അപവാദം ഇവളും പറഞ്ഞു വരത്തി. ഇതിനുശേഷം ഈ അപവാദം പറഞ്ഞു വരുത്തിയ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്നറിയോ? ഇന്ന് അവൾക്ക് 40 വയസ്സായി. അന്ന് ആ അപവാദം പറഞ്ഞു വരത്തിയതിന്റെ പേരിൽ ഇന്നും അവളെ വിവാഹം നടന്നിട്ടില്ല. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കണ്ടോ പ്രിയപ്പെട്ടവരെ, 40 വയസ്സായി അവളെ വിവാഹം നടന്നിട്ടില്ല. ഈ പെൺകൊച്ച് ധ്യാനം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ചെന്നേ. അവളുടെ അടുക്കൽ ചെന്നു ഇവളോട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഞാൻ നിന്റെ പേരിൽ അപവാദം പറഞ്ഞു വരത്തി. നിന്റെ വിവാഹം നടക്കാത്തതിന്റെ കാരണം ഞാനാ. അതുകൊണ്ട് ഞാൻ നിന്നോട് കാല് പിടിച്ച് മാപ്പ് ചോദിക്കുക. ഇതിനുശേഷം വികാരിയച്ഛൻ്റെ അടുക്കിലേക്ക് ആ പെൺകൊച്ച് ചെന്നു. ഇവർ രണ്ടുപേരും ചെന്നു. വികാരിയച്ഛനോട് പറഞ്ഞു, ഞാൻ ഇതിന് മുഴുവൻ ഉത്തരവാദി. ഏതെങ്കിലും രീതി ഈ മകളുടെ വിവാഹം നടക്കണം. വികാരിയച്ഛന് ഒന്നും അറിയില്ല. എത്രയോ 20 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നടന്ന സംഭവ. എന്നാ പ്രിയപ്പെട്ടവരെ, ഇതിനുശേഷം ഈ മകൾ രാജഗിരി ഹോസ്പിറ്റൽ സർജറിക്ക് വേണ്ടി ചെന്നിരിക്കുക. സർജറിക്ക് തൊട്ടു മുമ്പായി ഈ മകളുടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്തു. സ്കാൻ റിപ്പോർട്ടുകൾ ചെയ്തു. ഇതിനുശേഷം സ്കാൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ ഈ മകളോട് ചോദിച്ചു, മോളെ, നിന്റെ ട്യൂമർ ഇതിന്റെ അകത്ത് കാണാനില്ലല്ലോ. നീ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുക. ഞങ്ങൾ പറയാത്ത എന്ത് മരുന്നാണ് മോളെ നീ കഴിച്ചത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ മകൾ ക്ഷമിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലിയ കരുണ ആ മകളുടെ ജീവിതത്തിലേക്ക് വർഷിച്ചിരിക്കുക. അനേകം വ്യക്തികളുടെ ജീവിതങ്ങളെ കാണാൻ സാധിക്കും. ഇന്ന് പല രോഗങ്ങളുമായി നീ നടന്നു നീങ്ങുന്നു. എന്തു ചെയ്താലും കുടുംബത്തിൽ അഭിവൃദ്ധിയില്ല, സമാധാനമില്ലാത്ത അവസ്ഥ. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? നിന്റെ ഹൃദയത്തിൽ നീ കൊണ്ടുപോയി നടക്കുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പേരുകളാ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തിരുവചനത്തിൽ 2 കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നുണ്ട്.
ഉൽപ്പത്തിയുടെ പുസ്തകം 25-ാം അധ്യായം മുതൽ 33-ാം അധ്യായം വരെ ഈ രണ്ട് കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നു. ഒന്ന് യാക്കോബ്, രണ്ട് യാക്കോബിന്റെ സഹോദരനായ ഏസാവ്. രണ്ടുപേരുടെയും പ്രത്യേകത എന്താണെന്നറിയും? അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയം മുതൽ മുട്ടനാടിന്റെ സ്വഭാവം കാണിച്ചവരാ രണ്ടുപേരും. അമ്മയുടെ ഉദരത്തിൽ പുറത്തേക്ക് വരുമ്പോൾ സഹോദരന്റെ കുതികാലെ പിടിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് വരുന്നു. ഇതിനുശേഷം രണ്ടുപേരും വളർന്നു വരുന്നു. എന്നാൽ ഈ യാക്കോബാവട്ടെ തൻ്റെ സഹോദരൻ ഏസാവിന് ഒരു കോപ്പ പായസം കൊടുത്ത് ആ കടിഞ്ഞൂൽ പുത്രസ്ഥാനം നേടിയെടുക്കുക. തൻ്റെ സഹോദരനെ പറ്റിച്ച് തൻ്റെ അപ്പൻ്റെ അടുത്ത് ഇത് നുണക്കഥകൾ പറഞ്ഞ് അപ്പൻ്റെ കയ്യിൽ നിന്ന് ആ കടിഞ്ഞൂൽ പുത്രസ്ഥാനം യാക്കോബ് നേടിയെടുക്കുക. പിന്നീട് യാക്കോബിനറിയാം തൻ്റെ സഹോദരനെ പറ്റിച്ചുകൊണ്ട്, ഏസാവിനെ പറ്റിച്ചുകൊണ്ട് ഞാൻ ഇത് മുഴുവൻ നേടിയെടുത്തത്. യാക്കോബ് എന്താ ചെയ്തെന്നറിയോ? അവിടെ നിന്ന് ലാബാന്റെ ദേശത്തേക്ക് അവൻ യാത്രയായി, നാട് വിട്ടുപോയിരിക്കുക. 20 വർഷം ഈ ലാബാന്റെ ദേശത്ത് അവിടെ കിടന്ന് അധ്വാനിച്ചു. ഇതിനുശേഷം യാക്കോബ് തിരിഞ്ഞു നോക്കിയ 20 വർഷം ഞാൻ അധ്വാനിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമില്ല, എൻ്റെ ജീവിതത്തിൽ അഭിഷേകമില്ല, എൻ്റെ ജീവിതത്തിൽ കൃപയൊഴുകുന്നില്ല. എത്ര അധ്വാനിച്ചിട്ടും ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ, ഒരു കൃപയില്ലാത്ത അവസ്ഥ. ഈ സമയം യാക്കോബ് ആ പുഴയുടെ തീരത്ത് വന്ന് കുത്തിയിരിക്കുക, തല കുമ്പിട്ടിരിക്കുക. ആ സമയത്ത് യാക്കോബിനെ ദൈവം വിളിക്കുക. യാക്കോബേ എന്ന് വിളിച്ചു. യാക്കോബ് തലയുയർത്തി നോക്കിയപ്പോ ദൈവത്തെ കണ്ടേ. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോ യാക്കോബ് തിരിച്ചറിയുക, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അഭിഷേകം ഇല്ലാത്ത, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഇല്ലാത്ത, എത്ര അധ്വാനിച്ചിട്ടും എനിക്കൊന്നും നീക്കി വെക്കാനില്ലാത്ത, എത്ര അധ്വാനിച്ചിട്ടും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മീയ സന്തോഷം ഇല്ലാത്ത, കൃപയില്ലാത്തത്. യാക്കോബ് തിരിച്ചറിഞ്ഞു, എൻ്റെ സഹോദരൻ ഏസാവിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന വെറുപ്പാണ് യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും ഒഴുകാത്തതിന് കാരണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ചില കുടുംബങ്ങളുടെ അവസ്ഥയല്ലേ അച്ഛൻ പറഞ്ഞത്? 10-20 വർഷമായി അധ്വാനിക്കുന്നു, കുടുംബത്തിൽ എല്ലാവർക്കും ജോലിയുണ്ട്, പക്ഷേ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥ, കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, കുടുംബത്തിൽ എന്ത് ചെയ്താലും അഭിവൃദ്ധി ഇല്ലാത്ത അവസ്ഥ, കുടുംബത്തിൽ ഒരു അഭിഷേകമില്ലാത്ത അവസ്ഥ. നീ എന്നോർത്ത് നോക്കി, നിനക്കാരോടും വെറുപ്പും വിദ്വേഷം ഉണ്ടാവില്ല. ഏതെങ്കിലും ഏസാവിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന വെറുപ്പ മക്കളെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹവും അഭിഷേകവും ഒഴുകാത്തത്. ഏതെങ്കിലും ഏസാവിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന വെറുപ്പ നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ കൃപയും ഒഴുകാത്തതിന് കാരണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങനെ ഇരിക്കും. നിങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് യാക്കോബ് തൻ്റെ ജീവിതത്തിലേക്ക് ഈ അഭിഷേകവും കൃപയും തിരിച്ചു കൊണ്ടുവന്നത്? നമ്മൾ കാണണം പ്രിയപ്പെട്ടവരെ, യാക്കോബ് എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്ന്. ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനം കാണാൻ സാധിക്കും. നമ്മൾ സ്ക്രീനിൽ ആ വചനം കാണുമ്പോൾ നമ്മളും ഉറക്കെ വായിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. യാക്കോബ് തല ഉയർത്തി നോക്കിയപ്പോൾ ഏസാവ് 400 പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ സ്ക്രീനിൽ വായിക്കുന്ന ഇങ്ങനെയല്ലേ, യാക്കോബ് തലയുയർത്തി നോക്കിയപ്പോൾ ഏസാവ് 400 പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറ്റിച്ചു പോയ തൻ്റെ സഹോദരൻ യാക്കോബ് വീണ്ടും ഈ ദേശത്തേക്ക് വരിക. ഏസാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത കലിയ. ഏസാവ് എന്താ ചെയ്തെന്നറിയോ? അവനും കുറച്ച് പട്ടാളക്കാരുണ്ട്. 400 പട്ടാളക്കാരെയും കൊണ്ട് അണിനിരത്തി തൻ്റെ അനിയൻ യാക്കോബ് നമ്മുടെ മണ്ണിലേക്ക് കാലുകുത്തിക്കഴിഞ്ഞാൽ അവനെ കുതികാല് വെട്ടാനാ 400 പേരെ നിർത്തിയത്. അങ്ങനെ യാക്കോബ് ഇതാ തൻ്റെ സഹോദരൻ ഏസാവിൻ്റെ ദേശത്തേക്ക് വരിക. യാക്കോബ് ഈ 400 പേര് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം യാക്കോബ് എന്താ ചെയ്തെന്നറിയോ? വചനത്തിൽ കാണാൻ സാധിക്കും. തുടർന്നുള്ള വചനങ്ങൾ ഒന്ന് വായിച്ചേ. ഉടനെ യാക്കോബ് മക്കളെ വേർതിരിച്ച് ലെയായുടെയും റാഹേലിന്റെയും 2 പരിചാരികമാരുടെയും അടുക്കലായി നിർത്തി. അവൻ പരിചാരികമാരെയും
അവരുടെ മക്കളെയും മുൻപിലും ലേയായെയും മക്കളെയും അതിനു പുറകിലും റാഹേലിനെയും ജോസഫിനെയും ഏറ്റവും പുറകിലും നിർത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടുകൂടി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യാക്കോബ് ചെയ്ത് കാണാൻ സാധിക്കും തിരുവചനത്തിൽ. യാക്കോബ് തൻ്റെ മക്കളെ, ഭാര്യമാരെ, പരിചാരകരെ എല്ലാം ഗണം ഗണമായിട്ട് നിർത്തിയേക്കുക. ഏറ്റവും മുമ്പിൽ പരിചാരകരെ നിർത്തി, സേവകന്മാരെ നിർത്തി. അതിൻ്റെ പുറകില് ഇതാ ഭാര്യമാരെ, മക്കളെയൊക്കെ ഇങ്ങനെ ഗണം ഗണമായി നിർത്തി. ഏറ്റവും പുറകിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യയുണ്ട്. അവളുടെ പേരെന്താ? റാഹേലിനെയും ജോസഫിനെയും അവൾ ഏറ്റവും പുറകിൽ നിർത്തി. കാരണം യാക്കോബ് അറിയാം, ചേട്ടന്റെ കയ്യിൽ നിന്ന്, ഈ പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടേണ്ട വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം ഈ സേവകന്മാർക്ക് കിട്ടിക്കോട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള വചനം ഒന്ന് വായിച്ചേ. യാക്കോബ് എവിടെ നിന്നു എന്ന് ഒന്ന് വായിച്ചേ. അവൻ അവരുടെ മുൻപേ നടന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ അവിടെ മുൻപേ നടന്നു. ചേട്ടന്റെ മുമ്പിലേക്ക്, പുലിക്കുട്ടിയെ പോലെ നിൽക്കുന്ന ചേട്ടന്റെ മുമ്പിലേക്ക് യാക്കോബ് ഇതാ മുൻപേ നടന്നു. ഈ സമയം നമുക്ക് കാണാൻ സാധിക്കും, പുലിക്കുട്ടിയെ പോലെ വന്ന യാക്കോബിനെ ഏസാവ് കുഞ്ഞാടാക്കി. ഇതേ പുലിക്കുട്ടിയെ പോലെ വന്നിരിക്കുന്ന ഏസാവിനെ യാക്കോബ് എങ്ങനെയാണ് കുഞ്ഞാടാക്കി മാറ്റിയേ? തുടർന്നുള്ള വചനം ഒന്ന് വായിച്ചേ. സഹോദരന്റെ അടുത്തെത്തുവോളം 7 തവണ നിലം മുട്ടെ താണു വണങ്ങി. ഏസാവാകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇരുവരും കരഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. 400 പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടെ നിൽക്കുന്ന യാക്കോബ് അല്ലെ ഏസാവ്. എന്നാൽ ഏസാവിന്റെ മുമ്പിലേക്ക് യാക്കോബ് ആവട്ടെ 7 തവണ നിലം മുട്ടെ താണു വണങ്ങി. തന്റെ സഹോദരന്റെ മുമ്പിൽ 7 തവണ ഈ യാക്കോബ് നിലമുട്ടെ താണു വണങ്ങിയപ്പോൾ പുലിക്കുട്ടിയെ പോലെ വന്ന ഏസാവാവട്ടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഇരുവരും കരഞ്ഞു എന്നാണ് വചനം പറയുന്നത്. ഇതാ പ്രിയപ്പെട്ടവരെ, അച്ഛൻ ആരംഭത്തിൽ പറഞ്ഞ വചനം ഓർത്ത് നോക്കിയേ. അവിടെ നമ്മൾ കാണുക, സുഭാഷ പുസ്തകം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാനും കൊടുക്കുക, ഇതുവഴിയായി നീ അവന്റെ ശിരസിൽ തീക്കനൽ കൂനകൂട്ടും. കണ്ടോ, യാക്കോബ് എന്താ ചെയ്തേ? തന്റെ ശത്രുവിന് വിശന്നപ്പോൾ ഭക്ഷിക്കുവാനും ദാഹിക്കുവാനും, ദാഹിച്ചപ്പോൾ കുടിക്കുവാനും കൊടുത്തു. ഇതുവഴിയായി ഏസാവിന്റെ ഹൃദയത്തിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂനകൂട്ടി. ഇരുവരും കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നാണ് വചനം പറയുന്നത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. 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 നിങ്ങളോട് ചോദിക്കട്ടെ, യാക്കോബ് ഏസാവിന് മുമ്പിൽ എത്ര പ്രാവശ്യം താണു വണങ്ങി എന്നാണ് വചനം പറയുന്നത്? 7 തവണ. 7 പ്രാവശ്യം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, വചനത്തെ നമ്മൾ കാണുക. ഒന്നെടുത്തോ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-ഉം 22-ഉം തിരുവചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-ഉം 22-ഉം തിരുവചനങ്ങൾ. അവിടെ പത്രോസ് മുന്നോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കൊന്ന് ശ്രവിക്കാം. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടുകൂടി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഹോദരനെ എത്ര പ്രാവശ്യം ക്ഷമിക്കേണ്ടേ? ഈ സമൂഹത്തെ ചില വ്യക്തികളുടെ ഹൃദയത്തിലല്ലേ തന്നെ വേദനിപ്പിച്ചവർ, തൻ്റെ പേരിൽ അപവാദം പറഞ്ഞു വരുത്തിയവർ, തൻ്റെ ജീവിതം തകർത്തവർ, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, അയൽക്കാരോട്, കൗമാരത്തെ തങ്ങളുടെ വിശുദ്ധിയുടെ ബോധോട്ടക നശിപ്പിച്ചവർ, കുടുംബജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയവർ, ഇതുപോലെ തന്നെ നമ്മുടെ പേരിൽ അപവാദം പറഞ്ഞു വരുത്തിയവർ, നമ്മുടെ മുമ്പിൻ്റെ ഉള്ളിൽ പലരുടെയും മുഖങ്ങൾ ഈ സമയം വരുന്നില്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപ നിന്നിലേക്ക് ഒഴുകണോ? നിന്റെ കുടുംബത്തിലെ തടസ്സങ്ങൾ നീങ്ങിപ്പോണോ? ഈ വെറുപ്പിന്റെ വിദ്വേഷന്റെ വേരുകൾ നിന്റെ ഹൃദയത്തിൽ എടുത്തു മാറ്റാതെ ദൈവത്തിന്റെ കൃപ ഒഴുകില്ല. വീണ്ടും വചനം നമ്മൾ കാണുക. ഇതാ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 35-ാം തിരുവചനം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 35-ാം തിരുവചനം നമുക്ക് ശ്രവിക്കാം. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്
നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കുന്ന വചനം ഒന്ന് വായിച്ചേ. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കാം. എങ്ങനെ ക്ഷമിക്കണം എന്ന് പറയുന്നേ? ഹൃദയപൂർവ്വം. ഉറക്കെന്ന് പറഞ്ഞേ. ഹൃദയപൂർവ്വം. ഈ ഹൃദയത്തിന്റെ അകത്ത് ആരോടും വെറുപ്പും വിദ്വേഷമില്ലാത്ത ഹൃദയം. ഇന്ന് നിങ്ങൾ പരിശോധിക്കണം, എൻ്റെ അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയാണോ? നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ പരിശോധിക്കേണ്ട ഇങ്ങനെയാ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊന്ന് നോക്കിയേ. നിങ്ങൾക്ക് ഏതെങ്കിലും ഭവനത്തിൽ വീടുകളിൽ കയറിപ്പോകാൻ മനസ്സിനകത്ത് വിഷമമുണ്ടോ? നിങ്ങൾക്കാരുടെയെങ്കിലും മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് വിഷമമുണ്ടോ? നിങ്ങൾക്കാരോടെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കാൻ വിഷമമുണ്ടോ? നിങ്ങൾ പരിശോധിക്കേണ്ടതാ. ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്ന് പറയുമ്പോ എനിക്ക് ആ ഭവനത്തിൽ കയറിപ്പോ ഒരു വിഷമമില്ലെന്നേ. എനിക്ക് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ ഒരു വിഷമമില്ലെന്നേ. എനിക്ക് ആ വ്യക്തിയോട് സംസാരിക്കാൻ ഒരു വിഷമമില്ലെന്നേ. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ആ വ്യക്തിയോട് ഒരു വെറുപ്പും വിദ്വേഷവുമില്ല. ഞാൻ നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരം ഭാഗത്ത് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ശക്തമായ മെസ്സേജ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ സമാപന ദിവസമാണ്, ആരാധന സമയത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ സമൂഹത്തിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു വ്യക്തിയോട് ക്ഷമിക്കാറുണ്ട്. കർത്താവ് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാണ് മെസ്സേജ്. ആരാധന സമയത്ത് ഇങ്ങനെ മെസ്സേജ് വിളിച്ചു പറഞ്ഞു, 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ വ്യക്തിയോട് ഇതാ ക്ഷമിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇതിന് ശേഷം ധ്യാനം കഴിഞ്ഞ് മുറിയിലേക്ക് വന്നിരിക്കുക. ഈ സമയത്ത് ആരോ എൻ്റെ മുറിയിൽ മുട്ടുന്നുണ്ട്. ഞാൻ വാതിൽ തുറന്നു. ഇതിനുശേഷം ഞാൻ ചോദിച്ചു, എന്താ? ആ സമയത്ത് ഒരു സ്ത്രീയാണ് നിൽക്കുന്നത്. ആ സ്ത്രീ എന്നോട് പറയുക, അച്ഛ ഇന്ന് ആരാധന സമയത്ത് പറഞ്ഞില്ലേ 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയൊരു വ്യക്തിയോട് ക്ഷമിക്കാറുണ്ട് എന്ന്. അത് മറ്റാരുമല്ല അച്ഛ, അത് ഞാനാ. എൻ്റെ അമ്മായിമ്മ മരിച്ചു പോയിട്ട് 10 വർഷമായി. വീട്ടിൽ അമ്മായിമ്മയുടെ നല്ല ഫോട്ടോ വെച്ചിട്ടുണ്ട് കെട്ടിയാൻ. ഈ ഫോട്ടോ കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ അമ്മായിമ്മ എന്നോട് ചെയ്ത ഓരോ കാര്യങ്ങൾ അച്ഛ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നേ. ഈ സ്ത്രീയെ സംബന്ധിച്ച് എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, എല്ലാത്തിനും ആത്മീയ കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുക. പക്ഷെ ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, 10 വർഷമായി ദൈവം നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല. 10 വർഷമായി നീ തമ്പുരാന്റെ സന്നിധിയിൽ ചെന്നുകൊണ്ട് നീ കണ്ണീര് പൊഴിച്ചൊക്കെ വൃഥാവില. കാരണം എന്താ? ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ട്. ഇന്ന് നമ്മൾ ഓർക്കണം, ഏതെങ്കിലും വ്യക്തികളുടെ ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷമുണ്ടോ? ഈ വെറുപ്പും വിദ്വേഷം കൊണ്ടുപോയി നടക്കുമ്പോൾ നീ തിരിച്ചറിഞ്ഞോ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ ഓരോരുത്തരെയും ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഒഴുകുന്ന ബ്ലോക്കായിട്ട് നിൽക്കുക. നീ ഒരു പക്ഷം ബൈബിൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, നീ ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, എന്നാൽ നിന്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷം വെച്ചുകൊണ്ടാണ് ഇതിലൊക്കെ പങ്കെടുക്കുന്നതെങ്കിൽ നീ തിരിച്ചറിഞ്ഞോ, ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ കുടുംബത്തിലേക്ക് ഒഴുകുന്ന അത് തടസ്സമായി ബ്ലോക്കായിട്ട് നിൽക്കുക. നമുക്ക് വചനത്തിലേക്ക് സുഭാഷിത പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനം. സുഭാഷിത പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനം എടുത്തൊന്ന് വായിച്ചു. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം പറയാ, ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമെങ്കിൽ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ചില ദേശങ്ങളിലൊക്കെ കാണാൻ സാധിക്കും, വസ്തുസംബന്ധമായ മേഖലയിൽ, പണസംബന്ധമായ മേഖലയിൽ സഹോദരങ്ങൾ തമ്മിൽ, അയൽക്കാർ തമ്മിൽ, മാതാപിതാക്കൾ തമ്മിൽ ശത്രുതയും വിദ്വേഷവുമായി നടക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. ഒരു ദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക, അച്ഛാ 40 ഏക്കർ സ്ഥലമുണ്ട്, 4 മക്കളുള്ളൂ അച്ഛാ, 4 മക്കൾക്ക് 40 ഏക്കർ സ്ഥലം വീതം വെച്ച് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാ. നമ്മളാണെങ്കിൽ പറയും 10 ഏക്കർ അവന്, 10 ഏക്കർ രണ്ടാമത്തേന്, 10 ഏക്കർ മൂന്നാമത്തേന്, 10 ഏക്കർ നാലാമത്തേന്.
പക്ഷെ ഈ അപ്പം പറയാ, എന്നെന്റെ കുടുംബത്തിൽ വീതം വെക്ക് നടക്കുന്നുണ്ടോ അന്ന് കുടുംബത്തിൽ കൊലപാതകം നടക്കുക അച്ഛാ. അതുകൊണ്ടാണ് ഞാൻ വീതം വെക്കാത്ത. കാരണം എല്ലാത്തിനും വേണം, റോഡ് സൈഡ് തന്നെ കിട്ടണം, ആ സ്ഥലം തന്നെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബഹളായിരിക്കും. അതുകൊണ്ട് അച്ഛാ എനിക്ക് വീതം വെക്കാൻ പറ്റാത്തത്. ചില കുടുംബങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാ. മക്കൾക്ക് വീതം വെച്ചു കൊടുക്കാൻ കഴിയാതെ ചില കാരണവന്മാരും മരിച്ചു പോകുന്നു. ഇതിനുശേഷം മക്കളുടെ ജീവിതം എന്താ? ഇന്ത്യ പാകിസ്ഥാൻ കളിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തികൾക്ക് വസ്തുസംബന്ധമായ മേഖലയിൽ ക്ഷമിക്കാറുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന വചനമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ. ഇവിടെ നാം കണ്ടുമുട്ടിയ രണ്ട് വ്യക്തികളെ, ഒന്ന് അബ്രാഹത്തെയും അബ്രാഹത്തിന്റെ സഹോദരൻ ലോത്തിനെയും. ഈ അബ്രാഹം ലോത്തും സഹോദരപുത്രന. എന്നാൽ ഈ അബ്രാഹം ലോത്തിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ലോത്തെ, ഇപ്പൊ നമ്മൾ രണ്ട് കുടുംബങ്ങളൊക്കെ ആയി മാറിയില്ലേ, നമുക്കുള്ള സ്ഥലമൊക്കെ നമുക്ക് വീതം വെക്കാം. നിനക്ക് ഏതാണ് വേണ്ടെങ്കിൽ നീ അതെടുത്തോ, ഞാൻ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകാം. ഇതുപോലത്തെ ഒരു സഹോദരനെ ആ കാലഘട്ടത്തിലും കാണുകയില്ല, ഈ കാലഘട്ടത്തിലും കാണുകയില്ല. എന്താ പറഞ്ഞേ? നിനക്ക് ഏതാണ് വേണ്ടത് ആ സ്ഥലം നീ എടുത്തോ, ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഞാൻ പൊക്കോളാം. എന്താ സംഭവിച്ചെന്നറിയോ? ലോത്ത് ഭാര്യയോടൊക്കെ പോയി ചോദിച്ചു, ചേട്ടൻ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സ്ഥലം രണ്ടായി വീതം വെക്കാമെന്ന്, നമുക്ക് ഏത് ഭാഗം വേണ്ടേ? ബുദ്ധിയുള്ള ലോത്തിന്റെ ഭാര്യ ഈ ലോത്തിന് പറഞ്ഞു കൊടുത്തു, നമുക്ക് വേണ്ട ജോർദാൻ അക്കരെ കിടക്കുന്ന സമുദ്ര പ്രദേശ, അതല്ലേ ഏറ്റവും വളക്കൂറുള്ള മണ്ണ്, ഏറ്റവും ഫലസപുഷ്ടമായ മണ്ണ്, ജോർദാൻ അക്കരെയുള്ള ആ സ്ഥലമാണ് നമുക്ക് വേണ്ടത്. ലോത്ത് വന്ന് തൻ്റെ സഹോദരൻ അബ്രാഹത്തിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ചേട്ടാ എനിക്ക് ആഗ്രഹം ആ ജോർദാൻ അക്കരെയുള്ള ആ സമുദ്ര പ്രദേശ. ഈ അബ്രാഹത്തിന്റെ മറുപടി എന്താണെന്നറിയോ? അബ്രാഹം പറഞ്ഞു, സഹോദര നിനക്കതാണ് വേണ്ടതെങ്കിൽ നീ അങ്ങോട്ട് പൊക്കോ. എന്നാൽ നമ്മൾ തിരുവചനത്തിൽ കാണാൻ സാധിക്കും, ലോത്ത് ഏറ്റവും ഫലപുഷ്ടമായ സ്ഥലമെടുത്തു, ദൈവത്തിന്റെ പറുദീസ എന്ന് പറയുന്ന സ്ഥലമെടുത്തു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന സ്ഥലവും ജോർദാൻ അക്കരെയുള്ള സമുദ്ര പ്രദേശവുമാണ് ലോത്ത് എടുത്തത്. എന്നാൽ ഈ അബ്രാഹം ആകട്ടെ ദൈവത്തിന്റെ കരകളിൽ ഭൂമി സ്വീകരിച്ചു. പിന്നീട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കാണാൻ സാധിക്കും, അബ്രാഹം എടുത്ത സ്ഥലത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക. ആ സ്ഥലത്തെ തേനും പാലും എടുക്കുന്ന കാനാൻ ദേശമാക്കി ദൈവം മാറ്റി. എന്നാൽ ലോത്ത് എടുത്ത സ്ഥലത്തെ തീയും ഗന്ധവും ഇറക്കി ദൈവം നശിപ്പിച്ചു കളഞ്ഞു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുമ്പോ ഏതെങ്കിലും മക്കൾക്ക് വസ്തു സംബന്ധമായ മേഖലയിൽ സഹോദരനോട്, അയൽക്കാരനോട്, അതുപോലെ തന്നെ മാതാപിതാക്കളോട് ക്ഷമിക്കാറുണ്ടെങ്കിൽ നിന്റെ സഹോദരനെ പ്രതി നീ അത് കൊടുക്കാൻ തയ്യാറായ, ഒരു മരം എന്താ പറയുക, 1 സെന്റ് സ്ഥലത്തിന് വേണ്ടി ഒരു റബ്ബർ മരം പോകുന്നുണ്ട്, അതിൻ്റെ പേര് കൊലപാതകം നടന്ന കുടുംബങ്ങളുണ്ട്. എന്നാൽ നിന്റെ സഹോദരനെ പ്രതി നീ വേണ്ട എന്ന് വെക്കാൻ തയ്യാറായാൽ, നിന്റെ സഹോദരനെ പ്രതി നീ ഉപേക്ഷിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, നിന്റെ മക്കളിലൂടെ നിന്റെ തലമുറയിലൂടെ ദൈവം കാനാൻ ദേശമാക്കി നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറകളെ ദൈവം മാറ്റും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ ഈ വസ്തു സംബന്ധമായ മേഖലകളിലൊക്കെ ചില വ്യക്തികളൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ ഇടപെടാറുണ്ട്. ഇതുപോലെ തന്നെ ചില കുടുംബങ്ങൾ ഇതേപോലത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളൊക്കെ ഞാൻ വരുമ്പോൾ ഞാൻ ഇവരോട് പറയും, ഇത് വേണ്ട എന്ന് വെച്ചോ, നീ ക്ഷമിക്കാൻ തയ്യാറാവ്. പിന്നീട് ഞാനൊരു 5 വർഷം കഴിയേണ്ട ആ കുടുംബത്തെയും തലമുറയെയും മക്കളെ ജീവിതങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന കഥകളാ, സംഭവങ്ങളാ അച്ഛൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീ ക്ഷമിക്കാൻ തയ്യാറാവുമ്പോ, ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ തയ്യാറാവുമ്പോ, ഈ അബ്രാഹത്തെ പോലെ നിന്റെ ദേശത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറകളെ നിന്റെ ദൈവത്തിന് അത് തേനും പാലും ഒഴുക്കുന്ന കാനാൻ ദേശമാക്കി മാറ്റാൻ സാധിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികളുടെ ഹൃദയത്തിൽ കിടക്കുന്ന അവസ്ഥ, ചിലർ പറഞ്ഞ വാക്കുകൾ വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ഹൃദയത്തിന്റെ അകത്ത് തീക്കനൽ പോലെ കിടക്കുക. ചില വ്യക്തികളുടെ ഹൃദയത്തിൽ കാണാൻ സാധിക്കും, ഈ വർഷങ്ങൾ കഴിഞ്ഞു
ഞങ്ങളുടെ കൗമാരത്തിൽ വിശുദ്ധിയുടെ പൂന്തോട്ടങ്ങൾ നശിപ്പിച്ചവരോട്, കുടുംബജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികളൊക്കെ ഈ സമയം മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. വസ്തുസംബന്ധമായ മേഖലയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാ ആരെങ്കിലും പറഞ്ഞ വാക്കുകൾ കാരണം. വിവാഹം കഴിഞ്ഞ് വന്നപ്പോ നാത്തൂൻ പറഞ്ഞ വാക്കായിരിക്കാം, വിവാഹം കഴിഞ്ഞ് വന്നപ്പോ അമ്മായിമ്മ പറഞ്ഞ വാക്കായിരിക്കാം. ഇപ്പൊ വർഷം എത്രയായി? 25ആയി. ആ വാക്കും പിടിച്ചോണ്ടിരിക്കുക. ഹൃദയത്തിന്റെ അകത്ത് വെറുപ്പും വിദ്വേഷവുമായി ജീവിക്കുന്ന അവസ്ഥ. അപ്പോസ്തല നമുക്ക് തിരുവചനം എടുക്കാം പ്രിയപ്പെട്ടവരെ. നമ്മൾ കാണുക സങ്കീർത്തന പുസ്തകം 86 അധ്യായം 5-15 തിരുവചനങ്ങൾ വായിക്കാം. സങ്കീർത്തന പുസ്തകം 86 അധ്യായം 5 തിരുവചനത്തിൽ ആരാണ് ദൈവം, ദൈവത്തിന്റെ സ്വഭാവം, 5-ാമത്തെ വചനം മാത്രം ഒന്ന് സ്ക്രീനിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു. സങ്കീർത്തനം 86:5. കർത്താവേ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 5-ാമത്തെ വചനം പറയുകയാണ്, കർത്താവേ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആ വചനം എന്ന് പറഞ്ഞ്, കർത്താവേ, കർത്താവേ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായ കൃപ കാണിക്കുന്നു. കർത്താവേ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായ കൃപ കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ്. എന്താ? അങ്ങ് നല്ലവനും ക്ഷമാശീലനും. ഉറക്കെന്ന് പറഞ്ഞേ, ക്ഷമാശീലനുമാണ്. ഉറക്കെന്ന് പറഞ്ഞേ, ക്ഷമാശീലനുമാണ്. അപ്പന്റെ സ്വഭാവം എന്താ? ക്ഷമാശീലം. നമ്മുടെ അപ്പന്റെ സ്വഭാവം എന്താ? ക്ഷമാശീലം. നല്ലവനും ക്ഷമാശീലനും. വീണ്ടും 16-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. 15-ാമത്തെ വചനം. എന്നാൽ കർത്താവേ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പറ, അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാ. അപ്പന്റെ സ്വഭാവം എന്താ? സ്നേഹസമ്പന്നനും വിശ്വസ്തനും ക്ഷമാശീലനും. ഈ അപ്പന്റെ ആരാ നമ്മൾ ഓരോരുത്തരും? മക്കൾ. അപ്പന്റെ ആരാ നമ്മള്? മക്കൾ. അപ്പന്റെ ആരാ നമ്മൾ? ഉറക്കെന്ന് പറഞ്ഞേ, മക്കൾ. ഈ മക്കൾ കാണിക്കണ്ട ആര് സ്വഭാവം കാണിക്കണ്ടേ? അപ്പന്റെ സ്വഭാവം നമ്മൾ കാണിക്കണ്ടേ? ഈ അപ്പന്റെ സ്വഭാവം കാണിക്കാത്ത മക്കളെ എന്തെന്നാ വിളിക്കുക? അപ്പന്റെ സ്വഭാവം കാണിക്കാത്ത മക്കളെ എന്തെന്നാ വിളിക്കുക? നമ്മുടെ അപ്പന്റെ സ്വഭാവം പറഞ്ഞു. അപ്പൻ വിശ്വസ്തന, സ്നേഹസമ്പന്ന, ക്ഷമാശീലന. അപ്പന്റെ സ്വഭാവം കാണിക്കാത്ത മക്കളെ എന്തെന്നാ വിളിക്കുക? ബേബി ചേച്ചി, എന്തെന്നാ വിളിക്കുക? ജാരസന്തതികള. അപ്പന്റെ സ്വഭാവം, അപ്പൻ ക്ഷമാശീലന, എന്റെ അപ്പൻ സ്നേഹസമ്പന്ന, അവിടുന്ന് വിശ്വസ്തന, സ്നേഹനദിയ. ഈ അപ്പന്റെ സ്വഭാവ മക്കളെ നമ്മൾ ഓരോരുത്തരും കാണിക്കട്ടെ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ കൊണ്ട് സാധിക്കുന്ന കാര്യമൊന്നുമല്ല ക്ഷമിക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ആ മക്കളെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ, സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് അച്ഛന് വ്യക്തമായിട്ട് അച്ഛന് പ്രസംഗിക്കാൻ വളരെ എളുപ്പമുള്ള വിഷയ. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറയാൻ. മദ്യപാനത്തിന്റെ ദുരാത്മാവിനെ ഒരു വ്യക്തിയിൽ നിന്ന് പുറത്താക്കാൻ എളുപ്പ. അതിനേക്കാൾ ബുദ്ധിമുട്ടാ മക്കളെ ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെ വേരുകൾ ഉണ്ടെങ്കിൽ, ആ തിന്മയുടെ അരൂപി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പുറത്താക്കാൻ. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അഭിഷേകത്തോടുകൂടി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യപാനത്തിന്റെ ദുരാത്മാവിനെ ഒരു വ്യക്തിയിൽ നിന്ന് പുറത്താക്കുന്നതിനേക്കാൾ കഷ്ടമാണ്, വിഷമമാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ പേരുകളുണ്ടെങ്കിൽ. എങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, എങ്ങനെയാ നമുക്ക് ഇതിന്റെ മേൽ വിജയം വരിക്കാൻ സാധിക്കുക? ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ, സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ ഇതേപോലെ ഒരു ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയതാ. ക്ഷമയെക്കുറിച്ച് അച്ഛൻ ഘോരഘോര പ്രസംഗിച്ചു. ഇതിനുശേഷം അച്ഛൻ സങ്കീർത്തിലേക്ക് വന്ന്
ഞാൻ എൻ്റെ മുറിയിൽ പോയി അടുത്ത ക്ലാസ്സിൻ്റെ സമയത്ത് ഞാൻ അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് മാനന്തവാടി ഭാഗത്ത് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് എൻ്റെ മുറിയിൽ ആരോ വന്ന് മുട്ടി. ഞാൻ വാതിൽ തുറന്നു. ഇതിന് ശേഷം ഞാൻ കാണുക എൻ്റെ മുമ്പിൽ 10-24 വയസ്സുള്ളൊരു പെൺകുട്ടി, കയ്യിൽ 5-6 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. ഇതിനുശേഷം ഈ പെൺകൊച്ചനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അച്ഛാ, കഴിഞ്ഞ അച്ഛൻ ഇവിടെ വന്നപ്പം ഒരു കൊലപാതകം നടന്ന കാര്യം അച്ഛൻ അറിഞ്ഞോ? ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞു. വന്നപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു കൊലപാതകം നടന്നു എന്ന്. ഈ പെൺകൊച്ചനോട് പറയുക, അത് മറ്റാരുമല്ല അച്ഛാ, എൻ്റെ ഭർത്താവിനെ കൊന്നേ. പ്രിയപ്പെട്ട, 24 വയസ്സ് മാത്രമേ ഉള്ളൂ. കയ്യിൽ 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. അവളുടെ ഭർത്താവിനെ കൊന്നിരിക്കുക. അച്ഛനെ പ്രസംഗിക്കുക എളുപ്പാ. ഞാൻ എന്തെന്ന് ആ കൊച്ചിനോട് പറയാ? അച്ഛൻ സെമിനാരിൽ പഠിച്ച് 15 വർഷം. 10 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അഹങ്കാര, മനുഷ്യൻ എന്ത് പ്രശ്നമായിട്ട് ഇങ്ങോട്ട് വന്നോട്ടെ, ഞാനിപ്പോൾ തീർത്തു കൊടുക്കാന്ന്. പക്ഷേ ഈ പെൺകൊച്ച് പറയാ, എൻ്റെ ഭർത്താവിനെ കൊന്നു വച്ച ഒരാഴ്ചയായിട്ടുള്ളൂ. മോളെ, നിന്റെ ഭർത്താവിനെ കൊന്ന വ്യക്തിയോട് പോയി ക്ഷമിക്കേ. എനിക്ക് പറയാൻ പറ്റുമോ? അച്ഛന് പറയാൻ പറ്റുമോ? ഈ പെൺകൊച്ചനെ എൻ്റെ മുമ്പിലിരുത്തി. എനിക്ക് ഒന്നും പറയാൻ കിട്ടാത്ത അവസ്ഥ. എന്തൊക്കെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. 1-2 മണിക്കൂർ ആ പെൺകൊച്ചൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പരിശുദ്ധാത്മാവിന് പ്രചോദനങ്ങൾ തരുന്നുണ്ട്. ഞാൻ ആ പെൺകൊച്ചോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ പെൺകൊച്ച് പറയുക, ഇവർ കൂട്ടുകാരായിരുന്നു. എന്തോ പറഞ്ഞ് വാക്ക് തർക്കമുണ്ടായി. കയ്യിലൊരു മരമുട്ടി ഉണ്ടായിരുന്നു. ഈ മരമുട്ടി കൊണ്ട് ഈ കൂട്ടുകാരൻ ഭർത്താവിൻ്റെ തലക്കെട്ടടിച്ചു. ഇതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഇവളുടെ ഭർത്താവ് മരിച്ചു. ഇതിനുശേഷം ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു. കല്ലറയിലെ പൂ പോലും പാടിയിട്ടില്ല. 2 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവള് സാരി തുപ്പും കൊണ്ട് കണ്ണീരൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നുണ്ട്. അവള് പറഞ്ഞ അവസാനത്തെ വാക്ക് എങ്ങനെയാ? അച്ഛാ, എൻ്റെ ഭർത്താവിനോട് ഈ ക്രൂരത കാണിച്ച ആ വ്യക്തിയോടും കുടുംബത്തോടും ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു. എനിക്കത് മനസ്സിലായത് അച്ഛൻ്റെ കഴിവുകൊണ്ടൊന്നല്ല മക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോ ആ വ്യക്തിയിൽ സംഭവിച്ച കൃപയ. ഇതിനുശേഷം കേൾക്കണം, ധ്യാനം കഴിഞ്ഞു. ആ കൊലപാതകം നടത്തിയ വ്യക്തിയുടെ വീട്ടുകാരുണ്ട്, ഈ പെൺകൊച്ചൻ്റെ വീട്ടുകാരുണ്ട്, വികാരിയച്ഛനുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ നേരെ പോയത് ഒരു ചീപ്പിൽ കയറി പോയത് ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ്. ഇതിനുശേഷം അതിൻ്റെ താഴ്വാരത്തേക്ക് കുറച്ച് നടക്കാറുണ്ട്. ഒരു തോടിൻ്റെ കരയിലായിട്ട് ഒരു കൊച്ചു വീടുണ്ട്. അത് ഈ പെൺകൊച്ചൻ്റെ വീടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പെൺകൊച്ച് പറഞ്ഞു, നമുക്ക് കരങ്ങൾ ചേർത്ത് പിടിക്കാം. ഇതാ ഭർത്താവിനെ കൊന്ന വ്യക്തിയുടെ വീട്ടുകാരുണ്ട്, കരങ്ങൾ ചേർത്ത് പിടിക്കാം. എല്ലാവരും കരങ്ങൾ ചേർത്ത് പിടിച്ചു. ഇതിനുശേഷം ആ പെൺകൊച്ച് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുക, അവിടെ നിന്നിരുന്ന എല്ലാവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ തുള്ളികള് ഇറ്റിറ്റ് വീഴുക. ആ കുടുംബത്തിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് വീണ്ടും പോകുക ഈ കൊലപാതകം നടത്തിയ വ്യക്തിയുടെ വീട്ടിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത മറ്റാരുമല്ല, ഈ പെൺകൊച്ച. ഇവള് എല്ലാവരോടും പറഞ്ഞ് കരങ്ങൾ ചേർത്ത് വിടേക്ക. അവിടെയും സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുക, അവിടെ നിന്നിരുന്ന എല്ലാവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ തുള്ളികൾ ഇറ്റിറ്റ് വീഴുക. അതാ മനസ്സിലായത് പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാൻ സാധിക്കുക, സ്നേഹിക്കാൻ സാധിക്കുക മനുഷ്യരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ, സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. വലതുകര ഉയർത്തിന്ന് പറഞ്ഞേ ഹല്ലേലൂയ, സ്വരം ഉയർത്തിന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അഭിഷേകത്തോടുകൂടി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് 5 പ്രാവശ്യം ക്ഷമയെക്കുറിച്ച് തിരുവചനത്തെ പറയുന്നുണ്ട്. എന്നാൽ ഈ ക്ഷമയെക്കുറിച്ച് കർത്താവ് 5 പ്രാവശ്യം പറയുമ്പോഴും അതിൻ്റെ കൂടെ കർത്താവ് പറയുന്നുണ്ട്, ക്ഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് കൊടുക്കുന്ന വാഗ്ദാനമുണ്ട്.
ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് തരുന്നുണ്ട്. നീ ക്ഷമിക്കാൻ തയ്യാറായോ? അതിന് ദൈവം ഒരു വാഗ്ദാനവും തരുന്നുണ്ട്. 5 പ്രാവശ്യം ഈ ക്ഷമയെ കുറിച്ച് വചനം പറയുമ്പോ വചനം പറയുക, നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാൽ നിന്റെ പാപം ഈശോ ക്ഷമിക്കും. വീണ്ടും അടുത്ത വാഗ്ദാനമാ, നിന്റെ സഹോദരനോട് ക്ഷമിച്ചാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അടുത്ത വാഗ്ദാനമാ, നീ നിന്റെ സഹോദരനോട് പ്രാർത്ഥിച്ചാൽ നിന്റെ ദൈവം നിന്റെ ബലി സ്വീകരിക്കും. അടുത്ത വാഗ്ദാനമാ, നിന്റെ സഹോദരനോട് നീ ക്ഷമിച്ചാൽ നിന്റെ ദൈവം നിന്നോട് കരുണ കാണിക്കും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാൽ നിന്റെ രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തും. കണ്ടോ പ്രിയപ്പെട്ടവരെ, നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ പാപം ഈശോ ക്ഷമിക്കും. നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിന്റെ ബലി ദൈവം സ്വീകരിക്കും. നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിന്റെ ദൈവം നിന്നോട് കരുണ കാണിക്കും. നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിന്റെ രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം മക്കളെ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സമ്പൂർണമായ ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു. കണ്ണുകൾ അടച്ച മക്കളെ, കാൽവരി കിടന്നുകൊണ്ട് പിടയുന്ന കർത്താവിനെ ഒന്ന് മനസ്സിൽ കണ്ട മക്കള്, കാൽവരിയുടെ നെറുകയിൽ കിടന്നുകൊണ്ട് ശങ്ക പൊട്ടി പിതാവായ ദൈവത്തിന്റെ മുമ്പില് ഈശോ പറയുന്നുണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. കർത്താവ് ആരോടൊക്കെയാ ആ കാൽവരിയുടെ നെറുകയിൽ കിടന്നുകൊണ്ട് ശങ്ക പൊട്ടിക്കൊണ്ട് പറഞ്ഞ് ക്ഷമിക്കുന്ന? കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ തന്നെ ദ്രോഹിച്ച ഓരോ വ്യക്തികളോടാ. യഹൂദർക്കൊരു രാജാവ് ഉണ്ടായി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലാൻ കൽപ്പന ഇറക്കിയ ഹെറോദോസിനോട് കർത്താവ് ക്ഷമിച്ച്, ദീപജ്ഞരോട് കർത്താവ് ക്ഷമിച്ച്, തന്നെ കല്ലെറിയുവാൻ വന്ന ഹെറോദോസിനോട് കർത്താവ് ക്ഷമിച്ച്, 3 വർഷക്കാലം തന്റെ കൂടെ നടന്ന് 30 വെള്ളിക്കാശ് തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിനോട് കർത്താവ് ക്ഷമിച്ച്, ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയില്ല എന്ന് പറഞ്ഞ ആ പത്രോസിനോട് കർത്താവ് ക്ഷമിച്ച്. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ട മക്കളെ. ജനങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്ന നല്ലതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഉപാചാപം നടത്തിയ പ്രധാന പുരോഹിതനോട് കർത്താവ് ക്ഷമിച്ച്, കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് അന്യായമായി വിധി പ്രസ്താവിച്ച പിലാത്തോസിനോടല്ലേ കർത്താവ് ക്ഷമിച്ച്, തന്റെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടിയ ആ ജനത്തോടല്ലേ കർത്താവ് ക്ഷമിച്ച്, പട്ടാളക്കാരോടല്ലേ ക്ഷമിച്ച്, തന്റെ ശിരസിൽ മുൾമുടി വെച്ചവരോട്, തന്റെ കരകളിലേക്ക് ആടുകൾ അടിച്ചു കയറ്റിയവരോട്, തന്റെ നെഞ്ചിലേക്ക് കുന്തം കുത്തി കയറ്റിയവരോട്, തന്നെ ദ്രോഹിച്ചവരോട്, തന്നെ പരിഹസിച്ചവരോട് എല്ലാം കർത്താവ് ആ കാൽവിടെ നിറവിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. മക്കളെ, നീ ക്ഷമിക്കാൻ തയ്യാറായിക്കും. ചില വ്യക്തികളുടെ മുഖങ്ങൾ വരുന്നില്ലേ? ചില വ്യക്തികളുടെ പേരുകൾ നിനക്ക് കാണിച്ചു തരുന്നില്ലേ? ചില മരിച്ച വ്യക്തികളോട് നിനക്ക് ക്ഷമിക്കാനില്ലേ? ഈ സമയം അവരൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അവരോടൊക്കെ ക്ഷമിക്കുന്നു. അവരൊക്കെ ഈശോയെ അനുഗ്രഹിക്കണേന്ന് നീ പ്രാർത്ഥിച്ചു. നിന്റെ കൗമാരത്തിൽ നിന്റെ വിശുദ്ധിയുടെ പൂന്തോട്ടൊക്കെ നശിപ്പിച്ചവരോട്, നിന്റെ കുടുംബത്തിന്റെ കുടുംബജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയവരോട് ചില പറഞ്ഞ വാക്കുകളാ ഇപ്പോഴും ഹൃദയത്തിൽ ഒരു തീക്കനായി കിടക്കുന്നത്. അവരോട് നീ ഒന്ന് ക്ഷമിച്ചേ. ഇതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ക്ഷമിക്കാനുള്ളവരാ. കള്ളക്കേസ് പ്രതിയാക്കിയവരോട്, തങ്ങൾ സമ്പാദിച്ച പണമൊക്കെ അപഹരിച്ചവരോട്, തങ്ങളുടെ സൽപ്പേര് പോലും തകർത്ത് കളഞ്ഞവരോട്, തന്റെ ജീവിതം തകർത്തവരോട് കർത്താവ് ക്ഷമിച്ചുവെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം. ക്ഷമിച്ചുവെങ്കിൽ മാത്രമേ മക്കളെ ആത്മീയ ജീവിതത്തെ വളർച്ച ഉണ്ടാവുള്ളൂ. നമ്മുടെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ, തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോവുകയുള്ളൂ. ചില ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുക. ആ ദുശ്ശീലങ്ങൾ വിടുതൽ കിട്ടാത്തതിന്റെ കാരണം ഈ ഹൃദയത്തിലെ വെറുപ്പും വിദ്വേഷ. നമ്മുടെ കുടുംബ തലമുറയൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരൊക്കെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീ ഒന്ന് ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ക്ഷമ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കരയിപ്പിക്കുന്നതിന് പകരം ഒറ്റയ്ക്കിരുന്ന് കരയുന്നതിന്റെ പേരാ ക്ഷമ. മറ്റുള്ളവരെ കരയിപ്പിക്കുന്നതിന് പകരം ഒറ്റയ്ക്കിരുന്ന് കരയുന്നതിന്റെ പേരാ ക്ഷമ. 2 കരകളെ യാചനാരൂപത്തിൽ തുറന്നു പിടിച്ചോ മക്കളെ. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഇന്ന് നിനക്ക് പൊഴിക്കാൻ സാധിച്ചുവെങ്കിൽ
അത് നിന്റെ ക്ഷമയുടെ കണ്ണുനീരാ, നിന്റെ ഹൃദയം തളിരിതമായ എന്റെ കണ്ണുനീരാ, നിന്നിലേക്ക് ദൈവത്തിന് കൃപയൊഴുകുന്ന എന്റെ കണ്ണുനീരാ. രണ്ട് കരകളൊന്ന് തുറന്നു പിടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, എല്ലാ വശങ്ങളും സ്തുതിപ്പുകൾ ഉയരട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്ന കാണാം. ഈ സമയം തന്നെ നീ ക്ഷമിച്ചോ. തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്ന കാണാം. കാലഘട്ടങ്ങളായ ചില രോഗങ്ങളുടെ അവസ്ഥയാ. ആ രോഗപീഠകളെ മേൽ വിജയം ഭരിക്കണോ? നീ ക്ഷമിച്ചോ. ക്ഷമിക്കാതെ ദൈവത്തിന്റെ കൃപയൊഴുകില്ല മക്കളെ. അതരം തുറന്ന് ഹൃദയം തുറന്ന് അങ്ങോട്ട് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നീ ബലിയർപ്പിക്കാനായി പോകുമ്പോ നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ച് നിന്റെ സഹോദരമായി രമ്യതപ്പെടുക. എന്നിട്ട് വന്ന് നീ ബലിയർപ്പിക്ക. രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക മക്കളെ. ക്ഷമിക്കാൻ കൃപ തരണമേ, സ്നേഹിക്കാൻ കൃപ തരണമേ. വിളിച്ചോ മക്കളെ. ക്ഷമിക്കാനുള്ള കൃപ, സ്നേഹിക്കാനുള്ള കൃപ കർത്താവ് തരും. വിളിച്ചുണരട്ടെ. യേശുവേ, യേശുവേ, ശാന്തശീലനാമേശുവേ, യേശുവേ, രണ്ട് കരങ്ങളെ കൊണ്ട് ഉയർത്തി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിച്ചോ. ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ. കരങ്ങൾ കുരിശാകൃതിയിൽ പിടിച്ചുകൊണ്ട് കാൽവരിയിൽ പിടയുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. സ്തുതിച്ചോ, സ്തുതിച്ചോ. രണ്ട് കരങ്ങളെ കുരിശാകൃതിയിൽ പിടിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കാൽവരിയിൽ കിടന്ന് പിടയുന്ന കർത്താവ് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നീ സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. ഈ സമയം അത്ഭുതങ്ങൾ സംഭവിക്കാം. നിന്റെ കുടുംബത്തെ തലമുറകളെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ബന്ധനക്കെട്ടുകൾ അണിയ പൂർണ്ണമായി ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. അനേകം വ്യക്തികളുടെ രോഗപീഠകളുടെ മേൽ സൗഖ്യങ്ങൾ വ്യാപരിക്കുന്നുണ്ട്. കടബാധയുടെ മേൽ കർത്താവിന്റെ കരം വരുന്നുണ്ട്. ആത്മീയമായ ശക്തി ലഭിക്കുന്നുണ്ട്. വിളിച്ചു പ്രാർത്ഥിച്ചോ. യേശുവേ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഓരോ വ്യക്തിയുടെ മുഖം കണ്ടുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചോ. യേശുവേ, ദ്രോഹങ്ങൾ സഹിച്ചു ഞാൻ തളർന്നിടുമ്പോൾ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് തിളച്ചിടുമ്പോൾ എന്റെ കർത്താവേ, സഹിച്ചു ഞാൻ തളർന്നിടുമ്പോൾ കുരിശിൽ പിടയും നേരുമങ്ങേ അധരം അരുളും വജസുരുവിടുവാ. കുരിശിൽ പിടയും നേരവുമങ്ങേ അധരം അരുളും വജസുരുവിടുവാ. രണ്ട് കൈകളും ഉയർത്തി വിട്ടുപോകട്ടെ.